ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഭയം, ഭക്തി, ബഹുമാനം. പടത്തിന്റെ ടീസർ എന്ന് വരേണ്ട അല്ലെങ്കിൽ ഗ്ലിംസ് വരേണ്ട പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. 6 മണി പറഞ്ഞിരുന്നു, ഇന്ന് ഹോൾ ഡേ നമ്മൾ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 6 മണിയായപ്പോൾ 5:30 ആയപ്പോൾ ഒരു സാധനം വന്നു. 6 മണിക്കല്ല, 6:15 വരികയാണ്. ഓക്കെ, സമാധാനത്തോടെ 6:15 വരെ വെയിറ്റ് ചെയ്തു. 6:15 നോക്കി സാധനം വന്നില്ല. 6:16, 17, 18, 19, 20, 21, 22, 20 ഇങ്ങനെ വെയിറ്റ് ചെയ്തു അര വരെ. ഇപ്പോ കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് സാധനം വന്നു. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ 2-3 മിനിറ്റ് ആയിട്ട് വന്നപ്പോൾ ഒന്നും റെഡിയാക്കില്ല. വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ വന്നു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, സൂപ്പർ എക്സൈറ്റ്മെന്റ്. അത്ര ഹൈപ്പാണ് പടത്തിന് കയറിയിരിക്കുന്നത്. ടീസർ ദിലീപ്, ഗോകുലം ഗോപാലൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ, ധനഞ്ജയ് ശങ്കർ. ലെറ്റ്സ് വാച്ച് ഇറ്റ് ടുഗദർ. റെഡി. സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഈ സൗണ്ട് പുള്ളിക്കാരന്റെ തനിക്കറിയാമല്ലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാണ്. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you're searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. അത് പൊളിച്ചു. ആ സാധനം, ആ ഫൈറ്റ് ഒരു രക്ഷയില്ല. അതാ ബ്ലാക്കില് ഞാൻ ഇത് ദിലീപ് ഫാൻസിന്റെ പേജിലടക്കം നമ്മൾ ഈ സാധനം നോക്കിയിട്ടുണ്ട്. വന്നോന്ന് കാരണം ടൈം ആകുമ്പോൾ ഭ്രാന്ത് പിടിച്ചിട്ടേ വന്നു. അപ്പൊ അതിലൊരു സാധനം വന്നിരുന്നു. ഇതില് ആ ഫൈറ്റ് ചെയ്യുന്ന നോക്കി ചിരിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അവിടെ. എന്നിട്ട് താഴെ കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഇത് ഇപ്പോഴല്ലേ സാധനം വരുന്നത്? ലീക്കായിരുന്നു അതോ നിങ്ങൾ വേറെ എവിടെ കണ്ടോ? എനിക്കറിയില്ല. ദിലീപ് ഫാൻസ് കൊണ്ട് വേറെ വല്ലതും ഷോ അവിടെ ലൈവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. ഷോ എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഐ ഡോണ്ട് നോ. വാട്ട് എവർ, ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, സ്ഥിരം ദിലീപ് സാധനങ്ങൾ ഉണ്ടല്ലോ തുടക്കത്തിൽ, അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത് സ്ഥിരം ദിലീപ് എന്ന് പറഞ്ഞാൽ ഏത് നടനാണെങ്കിലും അവരുടെ ചില ആറ്റിറ്റ്യൂഡ്, അവരുടെ ചില സ്ക്രീൻ പ്രസൻസ്, ചില മാനറിസം അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് കാണുന്നുണ്ട് തുടക്കത്തിൽ. ഇനി എന്റെ ഷോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ സാധനം അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പണ്ട് സ്റ്റേഡിയം മ്യൂസിലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് വൈബ് പോലത്തെ കുറച്ച് സാധനങ്ങളാണെങ്കിൽ പോലും ഇത് ആ ഫൈറ്റിലെ അത് കേടിലായി. ആ സ്വാഗ് നമുക്കിങ്ങനെ മൊബൈലിൽ കണ്ടത് മനസ്സിലാവുന്നുണ്ട്. ആ പൊടി പറഞ്ഞ അടിച്ചു നിൽക്കുക. എനിക്ക് പൊതുവെ ദിലീപേട്ടന്റെ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ കൊച്ചിരാജ പടക്കുള്ള സിനിമയൊക്കെ ഇങ്ങനെ അന്ന് ഭയങ്കര ത്രില്ലായിട്ട് ത്രസിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതല്ലാതെ ഒരുപാട് സിനിമ, റൺവേ, അങ്ങനെ കുറെ ഫൈറ്റ് സീനുകൾ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ എനിക്ക് ദിലീപേട്ടന്റെ എല്ലാ സിനിമയിലും ഫൈറ്റുകൾ അത്ര ഇഷ്ടമല്ല. കാരണം അത്ര ഒരു സ്വാഗ്, പഴയ ഒരു സ്വാഗ് കിട്ടാത്ത പോലെ പലപ്പോഴും പലതിലും തോന്നിയിട്ടുണ്ട്. എപ്പോഴും ആ സ്വാഗ് വർക്ക് ചെയ്യാത്ത പോലെ തോന്നാറുണ്ട്. ബട്ട് ഇവിടെ ബബ്ബയില ആക്ഷൻ സീക്വൻസ്, ജസ്റ്റ് ആ അടി, സൗണ്ടിങ്ങും ഇവര് നിൽക്കുന്ന സാധനം, ചിരിയും, ഗൂസ് ബംസ്, അത് മിക്കവാറും ഇതിൽ കിട്ടും. ആൻഡ് ഇതില് ധ്യാൻ ശ്രീനിവാസിന്റെ ഡയലോഗ് ഡെലിവറി ഓക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സാധനം. പക്ഷെ ഈ ക്യാരക്ടറിനും ഈ മ്യൂസിക്കിനും ഇതിലെ പ്രസന്റേഷനും ഭയങ്കരമായിട്ട് അത് വർക്കായിട്ടുണ്ട്. അവർ വന്നിരിക്കുന്ന അവരുടെ തന്തയാണെന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ കഥാപാത്രം നോ മോർ ക്രിഞ്ച് എന്നാണ് പറഞ്ഞത്. ഇതിൽ ഒരു ക്രിഞ്ചും പ്രതീക്ഷിക്കേണ്ട, ഭയങ്കരമായിട്ടുള്ള ഒരു കഥാപാത്രം ആവാനാണ് സാധ്യത. മേ ബി കോമഡി ക്യാരക്ടർ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഒരു പ്രസന്റേഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും തന്നെ തോന്നുന്നു. ആൻഡ് ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. എന്താണ് ഇതിലെ കഥാപാത്രം? ഇയാളെ ഒരു കോമഡി ടൈപ്പ് കഥാപാത്രമാണോ അതോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണോ? എനിക്കുള്ളൂ എല്ലാം ലാഘവത്തോടെ കാണുന്ന എന്നാൽ വളരെ മരണ മാസ് ഐറ്റം ആണോ എന്നൊരു സംശയമുണ്ട്. ഭയം, ഭക്തി, ബഹുമാനം, ഐ ഡോണ്ട് നോ. ഇത് എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു രക്ഷയില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആള് മറ്റേ പഴയ പുള്ളിക്കാരാണ്, പഴയ ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരാളുണ്ടാവില്ല എപ്പോഴും.
അല്ലെങ്കിൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ ഉണ്ടാവില്ല എപ്പോഴും. അത് ഏതാണ് കഥാപാത്രം? അയ്യോ, മറ്റേ സുരേഷ് ഗോപിയുടെ ഒരു ചിത്രത്തിൽ ഭരചന്ദ്രൻ IPS ആണോ, ക്രൈം ഫയലാണോ, ഏതൊരു സിനിമയിലുണ്ടല്ലോ ആ സ്പൂണിൽ മറ്റേ ഡ്രഗ് എടുത്ത് ചൂടാക്കിയിട്ട് സയനൈഡ് ആണോ എന്തോ സാധനം ചൂടാക്കിയിട്ട് സിറിഞ്ചിൽ കുത്തിക്കൊല്ലണേ പത്രം സിനിമയാണോ? അയാളുടെ ഡയലോഗാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കേട്ടത് നമ്മുടെ കുറെ അറിയണ വോയിസിൽ ഇങ്ങനെ കുറെ കൊടുത്തു. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പഴയ ഇപ്പൊ ദിലീപേട്ടന്റെ സിനിമയാകുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. പഴയ കുറേ ആളുകൾ അവരൊന്നും മറക്കാത്തതിൽ എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, ഒരു ടീം ഉണ്ടല്ലോ ദിലീപേട്ടന്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആളുകളൊക്കെ ഇതിലുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഫേസ് ഒന്നും കുറെ കാണിച്ചിട്ടില്ല. പിന്നെ പുതിയതായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ ഭാഗത്തും ധ്യാൻ ശ്രീനിവാസന്റെ ഭാഗത്തും. ഈ ധ്യാൻ എന്ന് പറയുന്നത് ഒറ്റക്കൊരു പടം എടുത്ത് പൊക്കി വിജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സഹനടനായിട്ട് വരുന്ന പല സാധനങ്ങളും ഭയങ്കര രസമാണ് ഉണ്ടാവാറുള്ളത്. ഈവൻ ചെറിയൊരു സാധനമാണെങ്കിൽ പോലും പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ പോലും നല്ലൊരു കഥാപാത്രമാണ്. നമ്മൾ പുള്ളീന്റെ ഒരു പ്രത്യേകത ഇല്ല. ഈ നമ്മൾ ഷൈൻ ടോം ചാക്കോനെ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിൽ വന്നെന്താണ് സംസാരിക്കുക, അത് തന്നെയാണ് പുള്ളി സിനിമയിലും ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു ക്യാരക്ടറായിട്ട് മാറിയും തോന്നൂല. പക്ഷെ ആ ക്യാരക്ടർ ബെറ്റർ ആയിരുന്നു. ആ സിനിമയിലെ കഥാപാത്രം അതായി നിൽക്കുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും നല്ലൊരു സാധനമായിരിക്കും എനിക്ക് തോന്നുന്നത്. അതിന്റെ ഇംഗ്ലീഷ് സാധനം ഇത് പൊളിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഇതിൽ ലാലേട്ടനുണ്ട് പറയുന്നുണ്ട്, ഗില്ലി റെഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, വിജയ് എവിടെയോ ഒന്ന് കൈ കാണിച്ച് പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. വി ഡോണ്ട് നോ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.